സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ശ്രീ റവാഡ ചന്ദ്രശേഖർ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നേടി നിൽക്കുകയാണ്. പക്ഷേ അങ്ങനെ നേടി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ നേടാതെ പോയ അല്ലെങ്കിൽ അർഹിക്കുന്ന സ്പേസ് കിട്ടാതെ പോയ രണ്ട് ഉദ്യോഗസ്ഥരുടെ പേര് കൂടി ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒന്ന് എൻ പ്രശാന്ത്, മറ്റേത് ബി അശോക്. ഈ രണ്ടുപേരുടെയും നിലവിലെ അവസ്ഥയെക്കുറിച്ചും അവരുടെ പോരാട്ടത്തെക്കുറിച്ചും താങ്കളുടെ ഒപ്പീനിയൻ എന്താണ്? റവാഡ ചന്ദ്രശേഖർ തലശ്ശേരി ASP ആയിട്ട് വന്നു. മൂന്നാമത്തെ ദിവസമാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുന്നത്. താരതമ്യേന ജൂനിയറായ ഒരു ഓഫീസറെ സംഘർഷഭരിതമായ കൂത്തുപറമ്പിലേക്ക് പറഞ്ഞു വിട്ടത് തന്നെ ശരിയാണോ, അത് ശരിയായ നടപടിയായിരുന്നു എന്ന് പിൽക്കാലത്ത് ഒരു തർക്കമുണ്ടായി. അന്ന് അദ്ദേഹത്തിനെ മാപ്പുസാക്ഷിയാക്കാൻ ഒരു ശ്രമം നടന്നു. അത് റവാഡ എതിർത്തു നിന്നു. അദ്ദേഹം അതിന് തയ്യാറായില്ല. ഒരുപക്ഷെ തയ്യാറായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഈ സ്ഥാനത്തെത്താൻ കഴിയുമായിരുന്നില്ല. അന്നത്തെ ഒരു പ്രമുഖനായ പോലീസ് ഓഫീസർ അദ്ദേഹം പറഞ്ഞു, നിയമാനുസൃതം അല്ലാത്ത ഉത്തരവ് അനുസരിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥനല്ല. അപ്പോൾ ഒബേ ഫസ്റ്റാണ് പോലീസിനും പട്ടാളത്തിനും. പക്ഷേ അദ്ദേഹം പറഞ്ഞത് നിയമാനുസൃതമല്ല ഉത്തരവെങ്കിൽ അതനുസരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ ബാധ്യസ്ഥരല്ല എന്ന് പറഞ്ഞാൽ പോലീസുകാരൊക്കെ പോകുമ്പോൾ കാലാകാലം അന്നത്തെ ഇന്ത്യൻ ക്രിമിനൽ പീനൽ കോഡോ എന്താണെന്ന് വെച്ചാൽ അത് കൈവച്ചോണം. ഉദ്യോഗസ്ഥൻ പറയുന്ന ഉത്തരവ് കറക്റ്റാണോ എന്ന് നോക്കി അത് റെഫർ ചെയ്തിട്ട് വേണം ഉത്തരവ് അനുസരിക്കാൻ എന്നുള്ളതാണ്. അതിനെ പിന്നീട് പരിഹസിച്ച് പുന്നൂസിസം എന്ന് പറഞ്ഞ് ഒരു തിയറി തന്നെ വന്നു. അന്നത്തെ അദ്ദേഹത്തിൻ്റെ മേലധികാരിയായിരുന്ന ജേക്കബ് പുന്നൂസിനെ ബന്ധപ്പെടുത്തിയാണ് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായത്. എത്രമാത്രം ശരിയാണ് തെറ്റാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ഗൂഢാലോചന ഇദ്ദേഹത്തിനെ കൂത്തുപറമ്പിലേക്ക് അയക്കുന്നതിലുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാനായിട്ട് സംഘടിതമായൊരു ശ്രമം നടന്നു എന്നാണ് പിൽക്കാലത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അടുത്ത സമയത്ത് 2-3 ദിവസം മുമ്പ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരു സീനിയർ പോലീസ് ഓഫീസർ തന്നെ ബോധപൂർവം അദ്ദേഹത്തെ തകർക്കാനുള്ള ശ്രമം അന്ന് പോലീസിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ശരിയായാലും തെറ്റായാലും എന്തൊക്കെയോ സംതിങ് വാസ് റോട്ടൺ ഇൻ ഡെൻമാർക്ക് എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പഴയ കഥയാണെങ്കിൽ പോലും അപ്പോൾ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ തകർക്കാൻ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിനെ തകർക്കാൻ ശ്രമിച്ചവർ ഇന്ന് എവിടെ നിൽക്കുന്നു? റവാഡ ചന്ദ്രശേഖർ എവിടെ നിൽക്കുന്നു? അതാണ് ഞാൻ പറഞ്ഞത്. റവാഡ ചന്ദ്രശേഖറിൻ്റെ കേസ് വ്യത്യസ്തമാണ്. മനസ്സിലായി. അതുപോലെ തന്നെയാണ് TP സെൻകുമാർ. TP സെൻകുമാറിനെ തകർക്കാൻ ശ്രമിച്ചില്ലേ? എന്താണ് സംഭവിച്ചത്? TP സെൻകുമാർ ചരിത്രത്തിൽ ഇടം പിടിച്ചു. TP സെൻകുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള നിയമവിദ്യാർത്ഥികൾ പഠിക്കേണ്ട വിഷയമായിട്ട് മാറിയില്ലേ? അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച രണ്ടുപേരുടെ കാര്യമാണ്. ഒന്ന് എൻ പ്രശാന്തും മറ്റൊന്ന് ബി അശോകുമാണ്. ഈ എൻ പ്രശാന്തിൻ്റെ കാര്യം ഞാൻ വ്യത്യസ്തമായിട്ട് കാണുന്ന ഒരു കാര്യം, എൻ പ്രശാന്തിനെ എതിരെ നടപടി സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ സീനിയർ ഓഫീസറായിരുന്ന ജയതിലക്കാണ്. അദ്ദേഹം ഇപ്പോൾ ചീഫ് സെക്രട്ടറിയാണ്. ജയതിലക്കും എൻ പ്രശാന്തുമായിട്ടുണ്ടായിരുന്ന ഒരു തർക്കമാണ്. അപ്പോൾ ആ തർക്കമാണ് ഇതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത്. അപ്പോൾ എൻ പ്രശാന്തിൻ്റെ ചില ഇൻ്റർവ്യൂകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വായിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ പ്രശാന്തിൻ്റെ ഒരു നിലപാട്, ടു ക്വസ്റ്റ്യൻ ഓർ നോട്ട് ടു ക്വസ്റ്റ്യൻ ഈസ് ദ ക്വസ്റ്റ്യൻ എന്നൊരിക്കൽ റോമില താപ്പർ പറഞ്ഞു. ആ തീരുമാനിക്കും. ഒരു ദിവസം ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഉണ്ടായിരിക്കണോ ചോദിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അത് വന്നപ്പോഴേ ചോദ്യം ചെയ്യാൻ തന്നെ പ്രശാന്ത് തീരുമാനിച്ചു. അതിൻ്റെ 2 കാരണമുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് നമ്മുടെ നിയമത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള ആളാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം അഴിമതിക്കാരനല്ല. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ നെപ്പോട്ടിസം, സ്വജന പക്ഷപാതം ഉള്ള ഒരാളല്ല. നിഷ്പക്ഷമായി നിർഭയമായി തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഓഫീസറാണ് എൻ പ്രശാന്ത്. പക്ഷേ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന വെല്ലുവിളി ജയതിലക് എന്ന് മാത്രമല്ല, മാതൃഭൂമി എന്ന് പറയുന്നൊരു പത്രം ഇദ്ദേഹത്തിനെ മാത്രം പരാമർശിച്ചുകൊണ്ട് ഒരു എഡിറ്റോറിയൽ എഴുതി. മാതൃഭൂമി ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ നിലവാരത്തിലെത്തിയിട്ട് കുറേ കാലമായി. പണ്ട് KP കേശവമേനോൻ ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അതിൻ്റെ അഡ്രസ്സിലല്ലേ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇറക്കത്ത് വണ്ടി ഓടുന്നത് ഇന്ധനമില്ലാതാണ്. അങ്ങനെ ഇന്ധനമില്ലാതെ ഇറക്കത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂമി. ഒരു പത്രം ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ മനഃപൂർവ്വമായി തകർക്കാൻ എന്തിനവർ പക്ഷം ചേരുന്നു? എന്താണ് PV ചന്ദ്രൻ്റെ അതല്ലെങ്കിൽ എന്താണ് ശ്രേയാംസ് കുമാറിൻ്റെ താല്പര്യം? അതുകൊണ്ട് നമ്മൾ അറിയണ്ടേ. ഒരു പത്രാധിപർക്ക് സ്വാർത്ഥ താല്പര്യം വന്നാൽ എന്താണെന്ന് ചർച്ച ചെയ്യാൻ സോഷ്യൽ മീഡിയ ഇവിടെ ഉണ്ട്. പണ്ടായിരുന്നു പത്രാധിപന്മാരൊക്കെ സേഫ് സോണിൽ നിന്നത്, ദന്തഗോപുരവാസികളായിരുന്നു. ഇന്ന് പത്രാധിപരെ തുറന്നു കാണിക്കാൻ സോഷ്യൽ മീഡിയ ഉണ്ട്. അതുകൊണ്ട് പത്രാധിപരുടെ ഇത്തരം ജനങ്ങൾക്ക് വോയിസ് ഉണ്ട്. ജനങ്ങൾക്ക് വോയിസ് ഉണ്ട്. അപ്പോൾ മാതൃഭൂമി വായിച്ച ഞാൻ കൃത്യമായിട്ട് മാതൃഭൂമി വായിക്കുന്നു. മാതൃഭൂമി ഒരു പിശാച് വേട്ട നടത്തുകയായിരുന്നു. അവർ ഇരയാക്കാൻ ശ്രമിച്ചത് എൻ പ്രശാന്ത് എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനെ. എന്തായിരുന്നു അവരുടെ താല്പര്യം? എന്താണ് താങ്കളുടെ? അതും വളരെ ദുരൂഹമായ കാര്യം. മാതൃഭൂമിക്ക് കുറേ കാലമായിട്ട് പല വ്യത്യസ്തമായ താല്പര്യങ്ങളുണ്ട്.
മാതൃഭൂമി അതാണ് പറഞ്ഞത്, അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. എന്നിത് തകർന്നു വീഴുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്ഥിരമായി എൻ്റെ ചെറുപ്പകാലത്ത് തൊട്ട് ഞാൻ വായിക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂമി. വായിക്കും, മനോരമയും വായിക്കും. മനോരമ ഞാൻ ബാലയന സഖ്യത്തിൻ്റെ ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ മാതൃഭൂമി പത്രം എന്നുള്ളതിൽ വായിക്കാറുണ്ട്. എൻ പ്രശാന്തിനെതിരെ ഇതുവരെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറയുന്നതിൻ്റെ കാര്യം, എൻ പ്രശാന്തിനെ ഞാൻ കെ എം മാണി സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ചെയ്യുന്ന കാലത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്ത് ഒരു പോലീസ് ഓഫീസർ, അദ്ദേഹം വന്ന് പറഞ്ഞ ഒരു വാർത്തയെ ഒരു സംഭവം എന്നെ ഒരുപാട് ചിരിപ്പിച്ചു. ഈ പോലീസ് അസോസിയേഷനിലെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും തമ്മിൽ തർക്കം. അതിൽ ഐ ഗ്രൂപ്പുകാരിയെന്ന് ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞു, ഇത് എ ഗ്രൂപ്പുകാരൻ, ഇദ്ദേഹത്തിന് ഒരു ഗ്രൂപ്പും ഇല്ല. അപ്പോൾ അദ്ദേഹം പണ്ടൊരു ഇടതുപക്ഷ അനുഭാവിയാണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സേഫായ ഒരു സ്ഥലത്തു നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഇവിടത്തേക്ക് സ്ഥലം മാറ്റി. എനിക്ക് വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിനെ അറിയാം. നല്ല ഒരു പോലീസ് ഓഫീസറാണ്, കൈക്കൂലി വാങ്ങിക്കാത്ത അന്തസ്സുള്ളൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ ഇത് ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ആഭ്യന്തരമന്ത്രി എനിക്കറിയാവുന്നതുകൊണ്ടും പിന്നെ ധനമന്ത്രിയുടെ കൂടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടും അദ്ദേഹത്തെ ചെന്ന് കണ്ട് ഈ ഒരു ന്യായമായ കാര്യം ചെയ്യാൻ ഒക്കുന്നാണെങ്കിൽ ചെയ്യണമെന്ന് പറയാനാണ് ഞാൻ അന്ന് അദ്ദേഹത്തിനെ കാണുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനെ ഞാൻ പ്രശ്നത്തിനെ കണ്ടു. അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം കേട്ടു. അപ്പോൾ അദ്ദേഹം ഇതെല്ലാം കാര്യം കേട്ടിട്ട്, സാർ ഇതിന് ആഭ്യന്തരമന്ത്രിയെ കാണേണ്ട കാര്യമില്ല, ഇത് നിസ്സാരമായൊരു കാര്യമാണ്, എനിക്ക് ഈ കേസ് അറിയാം, ഇത് അങ്ങേര് വളരെ ജെന്യുവിനാണ്, എനിക്കറിയാം, കുഴപ്പമില്ല, ഒരു ചെറിയ ഡെപ്യൂട്ടേഷൻ്റെ കാര്യമുള്ളൂ, അത് ചെയ്യാം, ഒരു പ്രശ്നമില്ല, ഇനി ഇതിനെ വേണ്ടി വരേണ്ട കാര്യമില്ല, ഇന്ന് വൈകിട്ട് 5 മണിയാകുമ്പോഴത്തേക്ക് ഉത്തരവിറക്കാമെന്ന്. 5 മണിക്ക് ഉത്തരവിറക്കി ആ മനുഷ്യൻ പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കാര്യം ചെന്ന് പറഞ്ഞപ്പോൾ വളരെ ജെന്യുവിനായിട്ട് വളരെ കുലീനത്തോളം പെരുമാറ്റം, നല്ല അന്തസ്സായിട്ട് പെരുമാറുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ കാര്യം. അപ്പോൾ അദ്ദേഹത്തിനെ എന്തിന് വേട്ടയാണ്? ഇപ്പോൾ ധാർഷ്ട്യമുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, ഈ ഹാഫ് ഡോറും ഡെഫേദാരും ഒക്കെ തങ്ങൾക്ക് ജന്മനാ സിദ്ധം കിട്ടിയതാണെന്നും ഞങ്ങൾ IAS സിൽവർ പൂണുമായിട്ട് ജനിച്ച ആളുകളാണ്, പിന്നെ അതുകൊണ്ട് ഞങ്ങളുടെ ആധിപത്യത്തിൽ നിങ്ങൾ അങ്ങോട്ട് ജീവിച്ചാൽ മതി എന്ന് ധരിക്കുന്ന ഒരുപാട് IAS പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ മനുഷ്യനെ എന്തുകൊണ്ട് വേട്ടയാടിയെന്ന് എനിക്കിന്ന് ദുരൂഹമാണ്. ഒരു ഘട്ടത്തിൽ ഈ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് തൻ്റെ ജൂനിയർ ഓഫീസേഴ്സായിരുന്ന ജയതിലക്കും പ്രശാന്തുമായുള്ള തർക്കത്തിൻ്റെ തീരുമാനമെടുക്കേണ്ടത് അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശാരദാ മുരളീധരൻ്റെ ഉത്തരവാദിത്വമായിട്ട് മാറി. പക്ഷേ അവരാഗ്രഹിച്ചതുപോലെ ഒരു തീരുമാനമെടുക്കാൻ ജയതിലക് അനുവദിച്ചില്ല എന്നാണ് പത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സസ്പെൻഷൻ റിവ്യൂ കമ്മിറ്റി ചേരുകയും ശാരദാ മുരളീധരൻ പ്രശാന്തിനെ തിരിച്ചെടുക്കാനായിട്ട് തീരുമാനമാവുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെ ഓവർ റൂൾ ചെയ്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ഒരു റിവ്യൂ കമ്മിറ്റി ചേരുകയും ചട്ടവിരുദ്ധമായിട്ട് ചേരുകയും ഇദ്ദേഹത്തെ എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ വീണ്ടും നീട്ടാൻ സസ്പെൻഷൻ കാലാവധി 6 മാസത്തേക്ക് കൂടെ നീട്ടാനായിട്ട് പിന്നീട് തീരുമാനം എടുക്കുകയാണ് ചെയ്തതെന്നാണ് അതിൻ്റെ ബിഹൈൻഡ് ദ കർട്ടൻ നടന്ന കാര്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം അതിൻ്റെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഒരു പരിധിവരെ ശാരദാ മുരളീധരൻ്റെ വ്യക്തിത്വത്തെ പോലും സൽപ്പേരിനെ പോലും അത് പ്രതികൂലമായി ബാധിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ കറുപ്പിൻ്റെ ഒരു വിവാദമൊക്കെ ഉണ്ടാക്കി ശാരദാ മുരളീധരൻ അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ചർച്ചകൾ വേറെയാക്കി ഒക്കെ അങ്ങ് പോയി. അതല്ലായിരുന്നുവെങ്കിൽ ഈ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി കേരളത്തിലെ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് വരുമായിരുന്നു. എന്തായാലും ശരി, ഒരു കാര്യം വളരെ വ്യക്തമാണ്, ജയതിലക്കും പ്രശാന്തുമായുള്ള യുദ്ധം 2 വ്യക്തികൾ തമ്മിലുള്ള വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ തുടങ്ങിയ യുദ്ധമാണ് എങ്കിൽ പോലും അതിൻ്റെ പേരിൽ അതിൻ്റെ പിന്നിൽ ചില ഔദ്യോഗികമായ നടപടിക്രമങ്ങളിൽ പാലിക്കുന്നുള്ള ചില വീഴ്ചകളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. താങ്കളുടെ വാക്കുകൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ശാരദാ മുരളീധരൻ ഈ കറുപ്പ് വിവാദം ഉയർത്തിയത് പ്രശാന്ത് വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇന്റൻഷനലി ചെയ്തതാണ് എന്നാണ് താങ്കൾ? അതിൻ്റെ സാധ്യതയുണ്ടെന്നാണ് ഞാൻ. അതല്ലെങ്കിൽ ശാരദാ മുരളീധരൻ റിട്ടയർ ചെയ്യാൻ തുടങ്ങുന്ന ഒരു ഘട്ടം വന്നപ്പോൾ ഇത് കത്തി നിൽക്കുകയാണ്. കറുപ്പ് വന്നപ്പം ആളുകളെല്ലാം കറുപ്പിൻ്റെ പുറകെ പോയി. അത് ശ്രദ്ധപൂർവ്വം ബോധപൂർവ്വം ഒരു പക്ഷേ ശാരദാ മുരളീധരൻ അത് ചെയ്തു എന്നെനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ചിത്രത്തിൽ നിന്ന്, അതല്ലെങ്കിൽ ആ റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് ഈ പ്രശ്നം കത്തുമായിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ RTI അനുസരിച്ച് ചില വിവരങ്ങൾ ചോദിക്കുന്നത് ചീഫ് സെക്രട്ടറി കൊടുക്കുന്നില്ല എന്നാണ് പ്രശാന്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, പ്രശാന്ത് ധീരമായിട്ട് യുദ്ധം ചെയ്യുകയാണ് ചീഫ് സെക്രട്ടറിക്കെതിരായിട്ട്. എത്ര കാലം സസ്പെൻഷൻ കിട്ടുന്നോ അത്രയും കാലം സന്തോഷം. കാരണം ഇപ്പോൾ സർവീസ് വന്നിട്ട് പ്രത്യേകിച്ച് ശമ്പളമല്ല, പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല, വേറെ ഒന്നും വാങ്ങിക്കുന്ന ആളല്ല, പ്രത്യേകിച്ച് എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങളില്ല. പിന്നെ സർവീസ് 10 ദിവസം കഴിഞ്ഞ് തുറന്നാലും കുഴപ്പമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ വീട് പണി ഒക്കെ പൂർത്തിയായി, അദ്ദേഹത്തിന് പുസ്തകം എഴുതാനുള്ള സമയമായി, മക്കളുടെ പഠിത്തമൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹം വീട്ടിലിരിക്കുകയാണ്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. മേളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ വിരോധം ഉണ്ടെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരി, പ്രശാന്തിൻ്റെ കാര്യത്തിൽ എന്താണ് പ്രശാന്തിൽ കണ്ട പോരാഴിക, അല്ലെങ്കിൽ എന്താണ് തെറ്റ് ജയതിലക് കണ്ടത്? കാരണം ജയതിലക് ഇന്നല്ലെങ്കിൽ നാളെ റിട്ടയർ ചെയ്ത് പോകും. അദ്ദേഹത്തിന് പരമാവധി 2026 വരെ കണ്ടാണ് അതിൻ്റെ കാലാവധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2026 ലോകം അവസാനിക്കുന്നില്ല, പിന്നെയും ലോകമുണ്ട്. ഒരു പക്ഷേ പ്രശാന്തിന് ഭാഗ്യമുണ്ടെങ്കിൽ ചീഫ് സെക്രട്ടറി ആയിട്ട്
ജയത്തിലൊക്കെ ഇരുന്ന കസേരയിലേക്ക് വരികയും ചെയ്യാം. അതാണ് റവാഡ ചന്ദ്രശേഖരൻ്റെ കാര്യത്തിലുണ്ടായത്. റവാഡ ചന്ദ്രശേഖരനെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ട ആളുകളിൽ നിന്ന് റിട്ടയർ ചെയ്ത് അവരുടെ വീടുകളിൽ ഒക്കെ വിശ്രമ ജീവിതം നയിക്കുമ്പോൾ റവാഡ ചന്ദ്രശേഖരൻ ഈ എതിർപ്പുകളെല്ലാം അതിജീവിച്ചുകൊണ്ട് DGP ആയിട്ട് അധികാരമേറ്റില്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ ചില മധുരമായ കാലത്തിൻ്റെ പ്രതികാരമാണ്, വ്യക്തികളുടെ അല്ല. പ്രശാന്തിൻ്റെ കാര്യത്തിൽ മാതൃഭൂമി അദ്ദേഹത്തിനെ ഒരു പിശാച് വേട്ടയ്ക്ക് അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ വളരെ അപൂർവമായിട്ട് പത്രക്കാർ വേട്ടയാടാറുണ്ട്. TP സെൻകുമാറിന് ഇതേ മാതൃഭൂമി വേട്ടയാടിയിട്ടുണ്ടല്ലോ. ജാതി സർട്ടിഫിക്കറ്റ് തിരുത്തി എന്ന് പറഞ്ഞിട്ട് പിന്നീട് മാതൃഭൂമിക്ക് മാപ്പ് പറയേണ്ടി വന്നു. ആ ബന്ധപ്പെട്ട ലേഖനെ പറഞ്ഞു വിടേണ്ടി വന്നു സർവീസിൽ നിന്ന്. അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട്, സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. അത് വളരെ നന്നായി. കാരണം കൊള്ളാവുന്നവരും അഴിമതി കറ പുരളാത്തവരുമായ ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഈ ദേശീയ ദിനപത്രം മാതൃഭൂമി മാറി എന്നുള്ളത് വളരെ കല്ലുപെട്ടി. TP സെൻകുമാറിനെതിരായിട്ട് മാതൃഭൂമി നടത്തിയ വേട്ട ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്തായാലും നന്നായി. ഓക്കെ, ഇപ്പോൾ ഇതിൽ പ്രശാന്തിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ വേട്ടയാടിയിട്ടുണ്ട്, രാഷ്ട്രീയക്കാർ വേട്ടയാടിയിട്ടുണ്ട്. അവിടെ നിന്ന് B. അശോകിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ രാഷ്ട്രീയ വേട്ട എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ വേണമെങ്കിൽ ഇരപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത്? അല്ല, അശോകിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. അതായത് അശോക് ഒരു തീരുമാനമെടുത്ത് അദ്ദേഹം അതിന് പുറകോട്ട് പോകുന്ന ആളല്ല, അത് ഒരു സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ആളല്ല. അടിസ്ഥാനപരമായി അദ്ദേഹം ഒരു ഭീരുവല്ല, ധീരനാണ്, ഒരു ഫൈറ്ററാണ് B. അശോക്. ഞാൻ മനസ്സിലാക്കിയത് ഒരു മിലിറ്ററി കമാൻഡറുടെ സ്റ്റൈലിലാണ് പുള്ളി കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി തെളിഞ്ഞത് അദ്ദേഹം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ചുമതലയിട്ട് അവിടെ ചെന്നപ്പോഴാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില ദൈവങ്ങളുണ്ട്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. യൂണിയൻ നേതാക്കന്മാർ. M. M. മണിയുടെ സമയത്ത് M. M. മണിക്ക് എവിടെ ഒപ്പിടണമെന്ന് പോലും അറിയത്തില്ല. നമ്മൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ഈ ഗുണനചിഹ്നം എൻ്റെ അടുത്ത് ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു മന്ത്രിയാണ്. അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹത്തിന് മലയാളവും ഇംഗ്ലീഷും ഒന്നും അറിയാത്തവരാണ് ഇലക്ട്രിസിറ്റി വകുപ്പ് ഏൽപ്പിച്ചപ്പോൾ ഉണ്ടാകുന്ന ഒരു ഗതികേടല്ല, വേറെ കാര്യമൊന്നുമില്ല. പക്ഷേ അന്ന് യൂണിയൻ്റെ ഭരണം നിൽക്കുകയാണ്. ഈ യൂണിയൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ എല്ലാ കളിയും കളിച്ചിട്ട് വരുന്ന ആളുകളാണ്. അവർ സംഘർഷം ഉണ്ടാക്കാനറിയാം, സംഘർഷം പരിഹരിക്കാനറിയാം, കയ്യേറ്റം ചെയ്യാനറിയാം, പിന്നെ എന്തും ചെയ്യാനും അവർക്കറിയാം. അവരുമായിട്ടാണ് അശോകിന് യുദ്ധം ചെയ്യേണ്ടി വന്നത്. അശോക് നിർഭയനായിട്ട് ഇന്ന് യുദ്ധം ചെയ്യുന്നതാണ്. നമ്മുടെ അവിടെ ഒരു പോരാളിയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. ഇലക്ട്രിസിറ്റി ബോർഡിലെ സംഘടിതമായ നേതാക്കന്മാർക്കെതിരെ, തൊഴിലാളികൾക്കെല്ലാം ഈ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, ആ നേതാക്കന്മാരുടെ ധാർഷ്ട്യത്തിന് വഴങ്ങാതെ അശോക് ഒരു നിലപാടെടുത്തു. അവസാനം ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രിക്ക് അദ്ദേഹത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു, നല്ല ഓഫീസറായതുകൊണ്ട്. അങ്ങനെയാണ് പിന്നെ അദ്ദേഹത്തിന് അവിടുന്ന് മാറേണ്ടി വന്നത്. ഇപ്പോൾ B. അശോകിനെ കുറിച്ച് പറയുമ്പോഴേ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല. ഞാൻ സെക്രട്ടറി നമ്മൾ പറഞ്ഞ പോലെ മണിസാറിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരിക്കൽ അദ്ദേഹം മന്ത്രിയെ കാണാൻ വന്നു, എൻ്റെ ക്യാബിനിൽ വന്നു, അവിടെ ഇരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴേ വളരെ സിമ്പിൾ ടു ദി കോർ, അത്ര സിമ്പിളാണ് അദ്ദേഹം. അപ്പോൾ വളരെ സിമ്പിളായിട്ടിരുന്ന കാര്യം പറയുന്ന ഒരാളാണ്. ഞാൻ ഏറ്റവും വലിയ ശ്രദ്ധിച്ച കാര്യം, ഞങ്ങൾ പൊതുവായ രാഷ്ട്രീയം ചർച്ച ചെയ്തപ്പോൾ കേരളത്തിലെ വികസനത്തെക്കുറിച്ച്, കേരളത്തെ ടൂറിസത്തെക്കുറിച്ച്, കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, വ്യവസായത്തെക്കുറിച്ച് അന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ദീർഘനേരം അദ്ദേഹം അവസാനം 3 മണി വരെ ഇവിടെ ഞങ്ങളിങ്ങനെ സംസാരിച്ചു. ഞാൻ സത്യത്തിനെ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും IAS ഇരിക്കേണ്ട ആളല്ല, രാഷ്ട്രീയത്തിൽ വന്നൊരു മന്ത്രിയാകണം. താങ്കളെപ്പോലുള്ള ഒരാൾ മന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. കേജ്രിവാളൊക്കെ അന്ന് നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തി IRS നിന്ന് വന്ന് മന്ത്രിയൊക്കെ ആയല്ലോ, ആ ഘട്ടമാണ്. അപ്പോൾ ഞാൻ പറയും ചെയ്തു, കേജ്രിവാളിനെ പോലെ നല്ലൊരു മന്ത്രിയാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ കളി നമുക്ക് വഴങ്ങുന്ന കളിയല്ല. പക്ഷെ ഇവിടെ നിന്ന് ആര് പറഞ്ഞാലും ശരി, എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായ ഒരു കാര്യവും ഞാൻ ചെയ്യില്ല എന്ന് അദ്ദേഹം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അദ്ദേഹത്തെ അറിയാമെന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അദ്ദേഹത്തെ എന്തിനാ അങ്ങനെ അത്രയും എലിജിബിൾ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ എന്തുകൊണ്ടായിരിക്കും ഈ രാഷ്ട്രീയ നേതൃത്വം വേട്ടയാടുന്നത്? എന്തുകൊണ്ടാണ് പിണറായി സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറിയത്? എങ്ങനെയാണ് അത്? ഇതിൻ്റെ പ്രോബ്ലം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രിമാർക്ക് 2 തരത്തിൽ രാജ്യം ഭരിക്കാം. ഒന്ന്, മന്ത്രിമാർക്ക് അവർക്കും അവരുടെ പാർട്ടിക്കും വേണ്ടി രാജ്യം ഭരിക്കാം, ജനങ്ങൾക്ക് വേണ്ടിയും രാജ്യം ഭരിക്കാം. ജനങ്ങൾക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന ഒരു മന്ത്രിയെ രാജ്യത്ത് കിട്ടുക എന്ന് പറയുന്നത് ജനങ്ങളുടെ ഭാഗ്യമാണ്. അത് ജനങ്ങളുടെ ഒരു ഭാഗ്യമാണ്. പാർട്ടിക്ക് വേണ്ടിയും വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയും മന്ത്രിയാകുന്ന ഒരാൾ ഒരു ലയബിലിറ്റിയാണ്. അത് ഉദ്യോഗസ്ഥന്മാർക്കും ലയബിലിറ്റിയാണ്, ജനങ്ങൾക്കും ലയബിലിറ്റിയാണ്. നല്ല ഉദ്യോഗസ്ഥൻ പ്രശാന്ത് തന്നെ K. രാധാകൃഷ്ണനോട് ജോലി ചെയ്ത ആളല്ലേ. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതാണ്. മന്ത്രിക്ക് വലിയ ഇഷ്ടവുമായിരുന്നു. രാധാകൃഷ്ണൻ നല്ല മന്ത്രിയായിരുന്നല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള പ്രോബ്ലം ഇതാണ്. നമ്മുടെ എപ്പോഴും ജനാധിപത്യത്തിൽ പഴയ രാജാവിനുണ്ടായിരുന്നതിനേക്കാൾ അധികാരം സത്യത്തിൽ നമ്മുടെ മന്ത്രിമാർക്കുണ്ട്. ഏത് ഡിസിഷൻ ഓവർ റൂൾ ചെയ്യാം, ഏത് IAS കാരൻ എന്ത് ഡിസിഷൻ എടുത്താലും ഓവർ റൂൾ ചെയ്യാൻ പറ്റും, തീരുമാനങ്ങളെടുക്കാം, ഉത്തരവിടാം. ഇതൊക്കെ മന്ത്രിയുടെ അധികാരമാണ്. പക്ഷേ അത്തരം മന്ത്രിമാർ, അതാ ഞാൻ പറഞ്ഞത്, രാജ്യത്തെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന മന്ത്രിമാരുടെ എണ്ണം കുറയുന്നത് കൊണ്ടാണ്
ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് ഇങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.